തലേ ദിവസം തന്നെ കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴുകി വാരി കുക്കറിലിട്ടു. പിന്നെ ഒരു അടുപ്പത്ത് ചോറും വെച്ചിട്ട് വേഗം പോയി കുളിച്ചു. അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞാൻ ജനലൊക്കെ തുറന്നിടണം. അപ്പോൾ പാല് വാങ്ങാനായിട്ട് ഇന്നലെ മറന്നുപോയി. അപ്പം ഞാൻ കാലത്ത് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ പാലില്ല. അപ്പോഴാണ് ഞാൻ ചോദിക്കണത് ബിജാഷേട്ടനോട്. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ മറന്നു എന്ന്. അപ്പം ഞാൻ മണിക്കുട്ടന് ഇന്ന് പാലോ ചായ ഒന്നും കൊടുത്തില്ല. അപ്പം അങ്ങനെ ആൾ ട്യൂഷന് പോയി. അതിന് ശേഷം പിന്നെ ഞാൻ ചോറൊക്കെ ഒരുവിധം വെന്ത് വന്നപ്പോൾ അത് വാർത്ത് വെച്ചു. പിന്നെ ഞാൻ കട്ടൻ ചായക്കുള്ള വെള്ളവും വെച്ചു. കാലത്ത് തന്നെ കട്ടൻ ചായ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇത്തിരി മടിയാണ്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പാൽ ചായ കുടിച്ചിട്ട്. പക്ഷെ ഉച്ച തിരിഞ്ഞിട്ട് കട്ടൻ ചായയോ കട്ടൻ കാപ്പി ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചോറൊക്കെ വെന്ത് വന്നപ്പോൾ അതൊക്കെ വാർത്ത് വെച്ചതിന് ശേഷം ഞാൻ അവിടെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ തുടച്ചു. പിന്നെ മീൻകറി തലേദിവസം ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിത് ഒരു ഷോർട്ട്സായി തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ചെക്ക് ചെയ്തിട്ട് എല്ലാവരും കയറി കാണണം. അപ്പോൾ ഞാൻ മീൻകറി തിളപ്പിക്കാനായിട്ടൊന്ന് അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഒന്ന് കടലപ്പേരി ഉണ്ടാക്കാം. പിന്നെ മീൻകറി ഉണ്ടല്ലോ അത് മതി. അപ്പോൾ പിന്നെ ഞാൻ വേഗം കട്ടൻ ചായയൊക്കെ ആയി വന്നപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുത്തു. പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഇന്നലെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് വേഗം പണികളൊക്കെ കഴിച്ചു. എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് കാണാനായിട്ടുള്ള ഒരു ഇതിൽ വേണ്ടിയിട്ട് ഞാൻ വേഗം പണികളൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി നേരത്തെ ഞാൻ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് കാരണമാണോ ഇത്ര പൊന്തി വന്നതെന്ന്. പക്ഷെ അല്ല, ഞാൻ ചെറു ചൂടുവെള്ളത്തിലാണ് മാവ് അരച്ചിട്ട് എപ്പോഴും ഇറക്കി വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഇപ്പോൾ കാലത്ത് ഉണ്ടാക്കാനുള്ളത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ തന്നെ അവിടെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. നന്നായി പൊന്തിയിട്ടേ അതിങ്ങനെ പുറത്തേക്ക് പോവാറായിട്ടുണ്ടായിരുന്നു, പക്ഷെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ പകർത്തി വെച്ചതിന് ശേഷം ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വാവിച്ച് പറഞ്ഞു ഇഡ്ഡലി വേണ്ട, ദോശ മതിയെന്ന്. പിന്നെ ചട്നി ഉണ്ടാക്കാനായിട്ട് പച്ചമുളക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ മാവൊക്കെ പകർത്തി വെച്ചതിന് ശേഷം ഞാൻ തിണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടു. അവിടെയൊക്കെ മാവിൻ്റെയും പിന്നെ വെള്ളത്തിൻ്റെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് തുടച്ചിട്ടതിന് ശേഷം പിന്നെ ഞാൻ വേഗം ചട്നിയിലേക്കുള്ള നാളികേരമൊക്കെ ചിരകിയെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഉടച്ചിട്ട് ഒരു മുറി നാളികേരം ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം നാളികേരമൊക്കെ ചിരകി അവിടെ മാറ്റി വെച്ചതിന് ശേഷം കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്താ പറയുക ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ കട്ടൻ ചായ കാരണം അത്ര വലിയ പിടുത്തല്ലേ കുടിക്കാനായിട്ട്. എന്നാലും പിന്നെ കുഴപ്പമില്ല, കാലത്ത് തന്നെ ചൂടിൻ്റെ ഒരു ഇത് ചെല്ലുമല്ലോ. അപ്പോൾ അങ്ങനെ കുടിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ പച്ചമുളകില്ലാന്ന്. അപ്പോൾ ഞാൻ മിളകൊക്കെ ചുട്ടിട്ട് ചട്നി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ മിളക് ചുട്ടിട്ട് ചട്നി അരച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയണം. നാളികേരം ഇതുപോലെ ചുട്ട മിളകും പിന്നെ ചുമന്നുള്ളിയും പിന്നെ വേപ്പിലയും മാത്രം മതി. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പച്ചമുളക് ഇല്ലാണ്ട് ഇപ്പോൾ പിന്നെ വേറെ രക്ഷയില്ലല്ലോ. പിന്നെ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ചട്നിക്ക് വേറെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും ഇത് എനിക്കൊരു ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വറുത്തെടുത്താലും കുഴപ്പമില്ല, പക്ഷേ വറുത്തെടുക്കേണ്ട എണ്ണയിലെന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് അതൊക്കെ ഒന്ന് ചുട്ടെടുത്തു. എന്നിട്ട് ഞാൻ വേഗം നാളികേരമൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ചട്നിയൊക്കെ അരച്ച് അവിടെ മാറ്റി വെച്ചു. പിന്നെ ഇന്ന് തിരക്ക് പിടിച്ച പണിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻകറിയൊക്കെ തലേ ദിവസം വെച്ച കാരണം പിന്നെ ചാറുകറിയൊന്നും വെക്കണ്ടല്ലോ. അത് കാരണം അത്ര വലിയ പണിയില്ല. അപ്പോൾ അങ്ങനെ ചട്നിയൊക്കെ അരച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ വേഗം അതൊക്കെ ഒന്ന് കടുക് പൊട്ടിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ കടുകും പറ്റൽമുളകും വേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊരു വിധം മൂത്ത് വന്നപ്പോൾ ഞാൻ അതിൽ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ചട്നി ആയിട്ടുണ്ട്, മീൻകറി ആയിട്ടുണ്ട്. പിന്നെ ഇനി കടലപ്പേരി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എന്താ പറയുക മുളകിടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ചീഞ്ചട്ടിയിൽ തന്നെ കടല ഉപ്പേരിക്കുള്ളത് മുളകിടാന്ന് വിചാരിച്ചിട്ട് വേഗം ചീഞ്ചട്ടിയൊക്കെ പിന്നെ കഴുകിയൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയുടെ അംശമല്ലേ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് മുളകും പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഭാവിച്ചതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളികേരം ചിരകിയിട്ടിട്ടുള്ള കടലുപ്പേരി മതിയെന്ന്. പക്ഷേ നാളികേരം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു മുറി നാളികേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ നാളികേരമൊന്നും ഇല്ലാണ്ട് കടലയിലെ വെള്ളമൊക്കെ ഇതുപോലെ ഇങ്ങനെ ഉള്ളിമുളക് മൂപ്പിച്ചിട്ടേലേ നന്നായിട്ട് ഒഴിച്ചിട്ട് വറ്റിച്ചെടുത്തു. നല്ല ടേസ്റ്റായിരുന്നു കടലപ്പേരി. അപ്പോൾ അങ്ങനെ കടലപ്പേരി മീൻകറിയും ചട്നിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കടലയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മുഴുവൻ കടല ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ടേ അതിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ കടലപ്പേരി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ദോശ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഇവിടെ ഇഡ്ഡലി അത്ര വലിയ ഇഷ്ടമല്ല ആർക്കും. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കൊള്ളി ഇഷ്ടം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ചട്നി കൂട്ടിയിട്ട് ദോശ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ദോശ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ദോശത്താവയൊക്കെ കഴുകിയിട്ട് ഒരടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കയ്യോടെ വേഗം ദോശ ഉണ്ടാക്കലും പിന്നെ ചോറാക്കലും കടല ഉപ്പേരി കാച്ചിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം ദോശമാവൊക്കെ പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്രൈ പാൻ
ഞങ്ങൾ വീട് പണിതിട്ട് ഞങ്ങൾക്ക് കുറ്റൂശയ്ക്ക് കിട്ടിയതാണ്, കുറച്ച് നാളായി. അപ്പോൾ അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇത്തിരി ഇളകി തുടങ്ങിയിട്ടുണ്ട്, ഇനി വേറെ വാങ്ങണം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇടയ്ക്ക് ഞാൻ ദോശ ഉണ്ടാക്കണമുണ്ട്, പിന്നെ ഇടയ്ക്ക് വന്ന് ചോറാക്കണമുണ്ട്. ഞങ്ങൾക്ക് 4 പേർക്കും ചോറാക്കണ്ടേ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ആക്കി, പിന്നെ ഒരടുപ്പത്ത് ദോശയായി, കടലക്കറിയായി, മീൻകറി പിന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ചട്നിയായി. അപ്പോൾ കാലത്തത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം. നല്ല നല്ല വീഡിയോകളായിട്ട് വരാം കേട്ടോ.